ഗുന കൊത്തിയരിയണ്ട, വഴറ്റണ്ട, മാരിനേറ്റ് ചെയ്യണ്ട. ഇതിലും എളുപ്പത്തിലുള്ള റൈസ് റെസിപ്പി സ്വപ്നങ്ങളിൽ മാത്രം. ഇന്ന് പഠിച്ച റെസിപ്പി: ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിലേറെ വെള്ളം ഒഴിച്ച് അതിലേക്ക് തക്കാളി, പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, സ്റ്റാർ, കറയാമ്പ്, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, ഉണക്കനാരങ്ങ, ഉപ്പ് ഇത്രയും ഇട്ട് തിളപ്പിക്കാം. തിള വന്നാൽ ഉടനെ മുഴുവനായോ നാലാക്കിയോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. തൊലിയോടെ ഇടുന്നത് അത്യുത്തമം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കാം. പട്ട, ഏലക്ക മാത്രം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ച് പൊടിച്ചെടുക്കുക. ചിക്കൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി പച്ചവെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കിയതും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കുക. വേവിക്കാൻ ഉപയോഗിച്ച ആ വെള്ളം സ്ട്രെയിനറിലൂടെ അരിച്ച് അതിന്റെ ക്ലിയർ സ്റ്റോക്ക് മാത്രം എടുത്ത് മാറ്റി വെക്കുക. ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കുക. അതേ എണ്ണയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ചോപ്പ് ചെയ്ത കുറച്ച് വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത ഒരു സവാളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി വാരി വെച്ചിരിക്കുന്ന 1 കിലോ സെല്ല റൈസ് ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. 1:2 എന്നുള്ള റേഷ്യോയിൽ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ച് ഉണക്ക നാരങ്ങ, നേരത്തെ പൊടിച്ച മസാല, ആവശ്യമെങ്കിൽ ഉപ്പ് ഇത്രയും ഇട്ട് വേവിക്കുക. വെന്ത് വന്നാൽ ഉടനെ നേരത്തെ പൊടിച്ച മസാല മേമ്പൊടിക്ക് തൂവി കൊടുക്കാം. ചിക്കൻ ഒന്നൊന്നായി അടുക്കി വെച്ച് 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ആവിക്ക് വെക്കാം. നല്ലപോലെ ആവി വന്നാൽ നമുക്ക് ചിക്കൻ അതിൻ്റെ മീതെ നിന്ന് മാറ്റി റൈസ് നല്ലപോലെ മസാലയുമായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് സെർവ് ചെയ്യാം. ഓവർ പവറിംഗ് ആയിട്ടുള്ള മസാലക്കുത്തൊന്നും ഇല്ലാത്ത വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ഇത്. ചിക്കൻ വേവിച്ച അതേ സ്റ്റോക്ക് വാട്ടറിൽ തന്നെ റൈസും വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഫ്ലേവറാണ് ഇതിൻ്റെ ചോറ് കഴിക്കാൻ തന്നെ. ഇനി ഇതിന് ഇച്ചിരി എരിവും പുളിയൊക്കെ കൂട്ടണമെങ്കിൽ ദേ ഈ ഗാർലിക് ചട്നി കൂട്ടിയാൽ മതി. ഗാർലിക് ചട്നിയുടെ മൈനസിന്റെ റെസിപ്പി ഞാൻ പുറകെ പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ റൈസിന്റെ പേര് കൂടി കേട്ടോളൂ. ഇതാണ് മച്ബൂസ്. അപ്പൊ ശരി, ബൈ from Tesu Talks.